നീ ഇപ്പൊ പോയി തവാ എടുക്ക്. സാമ്പാറേ ആ വരുന്നു ശുക്രേ. ആ അടിച്ചടിച്ചോ വലിച്ചടിച്ചോ. എന്താണ് ശുക്രേ വേൻ ജനറേറ്റർ ഓണാക്ക്. പാപ്പനെങ്ങനെ കെട്ടി വീണോ? എന്തമ്മേ എന്താ കരയണേ? പൂവേ എങ്ങോട്ട് പോണ്? നമ്മളെയൊക്കെ ചതിച്ചോണ്ട് അവൾ ഇറങ്ങി പോയടാ. അയ്യോ സുമിത്ര. ആരോടെ? ആ കൗട്ട സുനിയുടെ കൂടെ. സുമിത്ര രമണി കണ്ട്. അയ്യോ എന്റെ ദൈവമേ. അയ്യോ ഇവളോട് പറഞ്ഞിട്ട് കേക്കണില്ലേ? സ്വർണ്ണം കൊണ്ടുപോയി ചെക്കനിട്ട് 4 മണിക്കൂറും കൂടിയാ. അയ്യോ എനിക്ക് അച്ഛനില്ലാതെ പാടുപെട്ട് വളർത്തിയിട്ട് അമ്മ എന്നോട് തന്നെ ഇത് ചെയ്തല്ലോ. അമ്മൂതൊക്കെ ചതിച്ചല്ലോ. പ്രിയപ്പെട്ട വിനു, ഞാൻ കത്തെഴുതി വെക്കണമെന്നാ വിചാരിച്ചേ. പിന്നെ ഇമ്മാതിരി സെറ്റപ്പൊക്കെ ഉള്ള കാലത്ത് കത്തെഴുതി വെക്കണേ മോശല്ലേ? അതാ വോയിസ് മെസ്സേജ് അയച്ചേ. പെങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ജയിച്ചത് നീയാട്ടാ. നീ എന്തൊരു തുറപ്പനാടാ. അടാ നീ എവിടെ കൊണ്ട് പൂത്തിയടാ കുപ്പിയൊക്കെ? ഞാൻ എത്ര നോക്കിന്നറിയോ? റൂമിലും കട്ടിൻ്റെ അടിയിലും ഒക്കെ നോക്കിയടാ. പക്ഷെ ഞാൻ തോറ്റളിയാ. നിന്റെ ഒരു തുള്ളി പോലും അടിക്കാണ്ട് നിന്റെ പെങ്ങളെയും കൊണ്ട് ഞാൻ പോവാട്ടാ. എന്നാ ശരിയല്ലയാ, പരിപാടി നടക്കട്ടെ. ടാറ്റ ബൈ ബൈ ഉമ്മട്ടാ. ശുക്രേ എന്താ ചെയ്യാ? നോക്കല്ല അതെന്താ ചെയ്യാ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്ത എൻ്റെ റെഡ്മി പ്രോ എങ്കിലും തിരിച്ചു തരാൻ പറ്റൂ? അതെ, അവളെല്ലാം കൊണ്ടുപോയി. വെൽ പ്ലാൻഡ് ആയിരുന്നു. ഞാനൊന്ന് അളിയാന്ന് വിളിച്ചോട്ടെ? ഒറ്റ പ്രാവശ്യം. ഒരുപാട് ആഗ്രഹിച്ചു പോയി. അളിയാ വാ മോനെ, നീ ഇങ്ങനെ കരയില്ലേ? അച്ഛൻ പുതിയ പ്രോ വാങ്ങിച്ചേട്ടാ. ആർക്ക് കൊടുക്കാം? പാപ്പാ, സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പാപ്പനൊന്ന് ചെന്ന് സംസാരിക്ക്. പാപ്പനെ സംസാരിക്കാനുള്ളൂ. പിന്നോ നിന്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയണം, പോയതോ പോയി. ഇനി എന്തോട്ട് ആലോചിക്കാനാ? നീ പോയി ഒരു കുപ്പി എടുത്തു കൊടുന്നൊന്ന് പൊട്ടിക്ക്. തന്റെ അപ്പന്റെ ഒരു കുപ്പി ഇറങ്ങി പോണേളാ. ഒറ്റൊരുത്തനെ ഈ കുടുംബത്താണ്ട് വരുന്നത്. അയാളൊരു കുപ്പി ഇറങ്ങി പോണോ? പാപ്പൻ പോവാ? ഓടാ പറ്റി. ദവാ നിന്റെ അടുത്ത് മാത്രമല്ല എൻ്റെ അടുത്തുണ്ട്. ഇപ്പൊ ഇല്ലാന്ന് മാത്രം. മാറി ഇതൊട്ട് പരിപാടിയാടാ കൗട്ടസിനെ കാണിച്ചേ. ഒന്നല്ലെങ്കിലും നമ്മുടെ വിനുവിൻ്റെ പെങ്ങളല്ലടാ. അവനൊരു 1/2 മണിക്കൂർ കഴിഞ്ഞ് അവളെ കൊണ്ടുപോയപ്പോരെ ബാക്കിയുള്ളവന് ഒരു തുള്ളിയെങ്കിലും കിട്ടിയാ.
നിനക്ക് നല്ല വിഷമം ഉണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നുടാ, ഒരു തുള്ളി പോലും കിട്ടിയില്ല. നീ ഒരു കാര്യം ചെയ്തേ, ആ പ്രകാശ് ചേട്ടനെ വിളിച്ച് ഒരു 1/2 ലിറ്റർ കൊണ്ടുവരാം. അത് കൊള്ളാം. എടാ മക്കളെ 100 രൂപ ഞാനോടാടാ, എനിക്കൊരു വര കൊണ്ടടാ. ആ പിന്നെ വരീന്ന് പറ, എപ്പോഴാ യാതൊരു വരാ. കൊണ്ടടാ. പറയേ എന്താണ്? പെട്ടെന്ന് വാർത്ത നോക്കിയാ. पूरे देश में आज रात 12 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है। നാളെ തൊട്ട് എങ്ങനെ നാട്ടുകാരുടെ മുഖത്തൊക്കെ हिंदुस्तान को बचाने के लिए, हिंदुस्तान के हर नागरिक को बचाने के लिए, പരീക്ഷിക്കണേ? आपको बचाने के लिए അമ്മ ഇനി ആരുടെ മുഖത്തോട്ട് നോക്കണ്ട. നാളെ തൊട്ട് ലോക്ക്ഡൌണാ. ലോക്ക്ഡൌണോ? അതെന്തൂട്ടാ? ലോക്ക്ഡൌൺ ആണ്, ദയവായി ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി മുതൽ കേരളത്തിലെ ജനജീവിതം മാറുകയാണ്. പൊതുഗതാഗതം നിർത്തും. കോവിഡിനെ പ്രതിരോധിക്കുന്നതിനായി നമ്മുടെ രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കും. ആളുകൾ കൂട്ടം കൂടുവാനോ പുറത്തിറങ്ങി നടക്കാനോ പാടുള്ളത്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. ഭക്ഷ്യസാധനങ്ങൾക്കും അവശ്യ സേവനങ്ങൾക്കും ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തും എന്ന് മുഖ്യമന്ത്രി അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലും എത്തി. ആലോചിക്കും. സ്വകാര്യ എന്ത്? പ്രൈവറ്റ് കാരിയർ വാഹനം കൊറോണ. സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും. പക്ഷേ ഓഫീസേഴ്സ് സാർ കം ഫാസ്റ്റ്. വേട്ടാവളി വിളിക്കുന്നുണ്ട്. എന്ത് കോപ്പിനാണോ? സാർ ആ പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി. ഇനി നമ്മൾ വളരെ അലർട്ടായിരിക്കണം. ഉണ്ട് സാർ. മാസ്ക് സാനിറ്റൈസറൊക്കെ ഓഫീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതല്ലടോ, ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും. അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ, ശർക്കര എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. 5 ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. പിന്നെ AC മെക്കാനിക്കുകളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം. അങ്ങനെ സാർ. എടോ, കോപ്പർ പൈപ്പ് അവന്മാരുടെ അല്ലേ ഉള്ളത്. ആ കോപ്പർ പൈപ്പ് ഇട്ടില്ല അതിനകത്ത് നിന്ന് വാറ്റിങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. ഒന്നും അറിയാത്ത പോലെ സാറു. ആ പിന്നെ സതീശ, നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടുള്ള മദ്യം, കഞ്ചാവ്, ഡ്രഗ്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും എത്രയും പെട്ടെന്ന് എന്റെ ടേബിളിൽ എത്തണം. യു ഗോട്ട് ഇറ്റ്? ഓക്കെ സാർ. ഓക്കെ. സാർ ഐ ആം വെരി ഫാസ്റ്റ്. യു മേ ഗോ. ഈ ചേനക്കാർ എന്തുണ്ടാക്കാൻ ഡ്യൂപ്ലിക്കേറ്റാ? ഇത് മാത്രം ഒറിജിനലായി പോയില്ല ദൈവമേ. ദവാല്ലേ? ദേവാലില്ല. പിന്നെ എന്നിട്ടുള്ളേ ഇവിടെ ഉള്ളതേ ഉള്ളൂ. എന്നുള്ളതുണ്ടാ വേഗം കേട്ടാ വെറുതെ. പോലീസ് അല്ല, എക്സസൈസ്. ഗുഡ് മോർണിംഗ് സാർ. കണക്കെടുക്കാൻ വന്നിരിക്കും. ഇത് കണക്കി വെച്ചോ. കുണി വരികയാണോ സാറേ? ഇങ്ങനെ പിടിച്ചോ, ഇങ്ങോട്ടോ. സാർ ഞാൻ എക്സാർമിമാനാണ് സാർ. എന്നിട്ടാണോ നായിന്റെ മനെ ബ്ലാക്കി മദ്യം വെക്കുന്നത്? എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ. എവിടെടാ നിന്റെ മുതലാളി? അറിയില്ല സാർ. അവൻ എവിടെ പോയാലും അവന്റെ മൂക്കേനടിച്ച് പൊളിച്ചിരിക്കും. സതീശ, ഐ ആം വെരി അഗ്രസീവ് ഓഫീസർ. അറിയാം സാർ. എന്തുട്ട് തേങ്ങ ഗോഡ്സൺ നീ പറയണത്? ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്തിട്ട് കൊറോണ കാലത്ത് പള്ളി തുറപ്പിച്ച് കുമ്പസരിച്ച പാവം തീരുന്നതിനോട് ആരാ പറഞ്ഞത്? അല്ലച്ചോ, ബൈബിളിലൊക്കെ പാപം ചെയ്തിട്ട് കുമ്പസാരിച്ചാൽ മതി എന്നല്ലേ പറയണേ? അതൊരുമാതിരിപ്പെട്ട പാപൊക്കെ. ഇതെന്തൂട്ട് പാപൊക്കെ നീ ചെയ്തു വെച്ചിക്കണ്? നീ ഒരു മഹാപാപിയായി തീർന്നല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? ഗോഡ്സൺ. അതിന്റെ അർത്ഥം എന്താ? ദൈവപുത്രൻ എന്നല്ലേ? ആ, ദൈവപുത്രൻ. എന്നിട്ടാണോ ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ നമ്മുടെ പണി അങ്ങനെയായി പോയില്ലച്ചോ. ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇമ്മാരി അൽക്കുലത്ത് പരിപാടി ഇല്ലാണ്ട് പിടിച്ചിക്കാൻ പറ്റില്ലെന്ന്. അല്ലെങ്കിൽ ആള് തവിടുകൂടി ഭസ്മായി പോന്ന്. അപ്പൊ നിനക്ക് എന്നെ ഒരു വിലയില്ല. അങ്ങനെ പറയരുതച്ചോ. ശരിയല്ലേ? അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത്. ഈ വരുന്ന പള്ളി പെരുന്നാളിന് 5 വർഷം ഗോഡ്സൺ വെള്ളം നിർത്തിയിട്ട്. 5 വർഷമായ? അപ്പൊ അച്ഛനെ ബഹുമാനില്ല എന്ന് മാത്രം പറയരുത്. പുണ്യാളം പൊറക്കില്ല. ഇതിപ്പോ ആരത്? ആക്കോട്ടാ. ഇവന്റെ ഒരു കാര്യം. ആ ഫ്ലോ കുട്ടാ, എന്നിട്ട് ചെയ്യാ. ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം. അത് ശരി.
ഇതാ കുറച്ച് പഠിപ്പ് കൂടിപ്പോയുള്ള കുഴപ്പം. ഇതെന്തുറ്റടാ കുട്ടുണ്ടായേ? എന്റെ ഗോഡ്സംബായ് ക്ലാഡു കാലത്തൊട്ട് കുപ്പി വേണമെന്ന് പറഞ്ഞു വൻ സീന്. കുപ്പി വാങ്ങാൻ വേണ്ടി ബാറിൽ പോയി ഈ ദുർബലിനെ എക്സസൈസ് ചെയ്ത് ബാറും പൂട്ടിച്ച്. അങ്ങനെ വൈകുന്നേരം വരെ നോക്കിയിട്ട് കുപ്പി ഒന്നും കിട്ടിയില്ല. അവസാനം നമ്മുടെ കാട്ടാൻതൊട്ടിലെ ഷാജിയില്ലേ? ഏത് ഷാജി? നമ്മുടെ പട്ടാളത്തിലുള്ള അവന്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ടെന്നും പറഞ്ഞ് ഈ ദുർബലിന്റെ വാക്കും കേട്ട് ഗ്ലാഡ് ഒരു കുപ്പി സാനിറ്റൈസർ എടുത്തിട്ട് കുടിച്ചു. സാനിറ്റൈസറാ? ഗോഡ്സംബായ്, എൻ്റെ ഒരു ജനറൽ നോളജ് അനുസരിച്ച് സാനിറ്റൈസറിൽ ആൽക്കോൾ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞത് നേരാ. പക്ഷെ നമ്മുടെ ഗ്ലാഡ്സ് അതെടുത്ത് കുടിക്കുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിക്കണല്ല. ഞാൻ നടക്കങ്ങട്. റെസ്പെക്ട്. അയ്യോ, അൺകോൺഷ്യസ് വിളിക്കണ്ട, ഉടനെ അപ്പം മദ്യം ചോദിക്കും. അതിനിപ്പോ എന്താ കുഴപ്പം? കുട്ടമ്മ സാധനല്ലേ? ഏത് സാധനം? കാട്ടാന്തോട് ഷാജി ഉണ്ടെന്ന് മേടിച്ച സാധനല്ലടാ. അത് ടെൻഷൻ കൂടിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്ന് അടിച്ച് സാധനം തീർന്നു. തൊലിച്ചു.